വെൽക്കം, തഹമനാണ്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ ഈ വീഡിയോ തിയറീസ് ഓഫ് ക്രോമറ്റോഗ്രാഫിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഒന്ന് പ്ലേറ്റ് തിയറി എന്താണ് എന്ന് നമുക്ക് പറയണം, ദെൻ റേറ്റ് തിയറിയെ കുറിച്ച് നമുക്ക് പറയണം, ദെൻ HETPയെ കുറിച്ച് പറയണം, ദെൻ കിട്ടുന്ന ക്രോമറ്റോഗ്രാഫിന്റെ ആ ഡീവിയേഷൻസിനെ പറ്റിയും നമുക്ക് പറയാം. സോ നമ്മളൊരു ക്രോമറ്റോഗ്രാഫിക് സെപ്പറേഷൻ ചെയ്യാണ്. അപ്പോൾ കോമ്പൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നത് അതിന്റെ ഡിറ്റക്ടറിൽ അപ്പോൾ കിട്ടുക ഒരു കർവ് ആയിട്ടാണ് കിട്ടുക. അതാ ഇങ്ങനെ ഒരു കർവ് ആയിട്ടായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ ചിലത് ചെറുതായിരിക്കും കർവ്, ചിലത് വലുതായിരിക്കും കർവ്. സോ ഒരു കർവാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് കിട്ടേണ്ടത് കോമ്പൗണ്ടിന്റെ ഒരു അല്ലെങ്കിൽ ഒരു സൊല്യൂട്ടിന്റെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിനെ വേറൊരു പേര് വിളിക്കും നമ്മൾ ഗോസിയൻ കർവ് എന്നും നമ്മൾ വിളിക്കും. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. അതിന്റെ ഒരു ഏകദേശ ഷേപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇതൊന്ന് വലുതായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഈ രണ്ട് ഭാഗവും ഈ ഭാഗവും ഈക്വൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ ഗോസിയൻ കർവ് എന്ന് പറയാം. സോ ഒരു ഷാർപ്പ് പീക്ക് അറ്റ് ദ സെന്റർ, നടുവിൽ ഒരു ഷാർപ്പ് പീക്ക് വരണം, രണ്ട് ഭാഗവും തുല്യമായിട്ട് ഇരിക്കണം. ഇതാണ് ഗോസിയൻ കർവ്. കാരണം ഒരു സൊല്യൂട്ട് ഒരു കോളത്തിൽ നിന്ന് ഒറ്റയടിക്ക് ഒരേ സമയത്ത് അങ്ങ് താഴത്തേക്ക് എലൂട്ട് ചെയ്യല്ല. ഒറ്റയടിക്ക് ഒറ്റ സമയത്ത് അങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക കർവ് ഇങ്ങനെ ആയിരിക്കും കിട്ടുക, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു കോളം വരച്ചാൽ ഇതൊരു കോളമാണ് എന്ന് അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ സംഭവം ഇങ്ങനെ എലൂട്ട് ചെയ്ത് വരിക. ഇതിലുള്ള സൊല്യൂട്ട്സ് വളരെ വേഗത്തിൽ, ചിലത് വളരെ വേഗത്തിൽ എലൂട്ട് ചെയ്ത് വരും. ഡിറ്റക്ടറിൽ അപ്പോൾ പീക്ക് നമുക്ക് ഇപ്പോൾ ഇത് പീക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ആദ്യം വന്നതിന്റെ പീക്ക് ഇതായിരിക്കും. അതാണ് പീക്കിന്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ദെൻ മിക്കവാറും മോളിക്യൂൾസ് എല്ലാം ഒരു ആവറേജ് വെലോസിറ്റിയിലാവും എലൂട്ട് ചെയ്യുക. ഇതാണ് പീക്കിന്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതായിരിക്കും അതിന്റെ സെൻട്രൽ പോർഷൻ എന്ന് പറയാം, മിഡിൽ പാർട്ട് എന്ന് പറയാം. ആൻഡ് ബാക്കിയുള്ളവ പിറകെ മാത്രമായിരിക്കും എലൂട്ട് ചെയ്യുക. അപ്പോൾ ഇതിന്റെ പീക്കിന്റെ ഇത് എൻഡ് അല്ലെങ്കിൽ ടെയിൽ എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. അപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, മിഡിൽ ഭാഗമുണ്ട്, ഒരു ടെയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നതാണ് ഐഡിയൽ പീക്ക്. അതാണ് ഗോസിയൻ കർവ് അല്ലെങ്കിൽ ക്രോമറ്റോഗ്രാഫിക് പീക്ക് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ പലപ്പോഴും സൊല്യൂട്ട് താഴേക്ക് ഇങ്ങനെ എലൂട്ട് ചെയ്ത് വരുമ്പോൾ ബാൻഡ് അല്ലെങ്കിൽ ഈ പീക്ക് ബ്രോഡനിങ് ഉണ്ടാകും, പീക്കിന്റെ വിഡ്ത് കൂടും. നമുക്ക് കിട്ടുക ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതുണ്ടാവാനായിട്ട് പാടില്ല. ഇതിന്റെ അർത്ഥം സെപ്പറേഷൻ പ്രോസസ് ഓർ റെസൊല്യൂഷൻ ഓഫ് ദ കോമ്പൗണ്ട് ശരിയായിട്ടില്ല എന്നുള്ളതാണ്. സോ നമുക്ക് ബാൻഡ് ബ്രോഡനിങ് ഇല്ലാതെ ഒരു ഷാർപ്പ് സിമെട്രിക്കൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ക്രോമറ്റോഗ്രാഫിക് പീക്ക് കിട്ടണം. എന്നാൽ മാത്രമേ ഒരു കോമ്പൗണ്ട് ഒരു സൊല്യൂട്ട് കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്ത്. എന്തുകൊണ്ട് അപ്പോൾ ഈ ബാൻഡ് ബ്രോഡനിങ് ഉണ്ടാകുന്നു? ഇത് കുറയ്ക്കാൻ അപ്പോൾ നമുക്ക് രണ്ട് തിയറീസ് ഓഫ് ക്രോമറ്റോഗ്രാഫി നമ്മൾ അറിയണം. ആദ്യത്തേത് പ്ലേറ്റ് തിയറിയാണ്. പ്ലേറ്റ് തിയറി പഴയ തിയറിയാണ്, ഓൾഡ് തിയറിയാണ്. ഇത് കൊണ്ടുവന്നത് മാർട്ടിനും സിഞ്ചുമാണ്. മാർട്ടിൻ ആൻഡ് സിഞ്ച് എന്ന് പറയുന്ന രണ്ടുപേരാണ് 1947 കൊണ്ടുവന്നതാണ്. രണ്ടാമത് വന്നത് റേറ്റ് തിയറി. ഇപ്പോൾ കറന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതാണ്. ഇത് കൊണ്ടുവന്നത് വാൻ ഡീംറ്റർ ആണ്. DEMTER 1956. നമുക്കാദ്യം മാർട്ടിൻ ആൻഡ് സിഞ്ചിന്റെ പ്ലേറ്റ് തിയറി എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ തിയറി പ്രകാരം നമ്മൾ ഉപയോഗിക്കുന്ന ക്രോമറ്റോഗ്രാഫിക് കോളം എന്ന് പറയുന്നത് ഇതാണ് ക്രോമറ്റോഗ്രാഫിക് കോളം എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സം തിയററ്റിക്കൽ പ്ലേറ്റ്സ്. തിയററ്റിക്കൽ ആണ്, ഇമാജിനറി ആണ്. സോ ദീസ് ആർ സീരീസ് ഓഫ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഹൊറിസോണ്ടൽ ലെയേഴ്സ്. സോ നമ്മളൊന്ന് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതെല്ലാം ചെറിയ ഓരോന്നും ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വിട്ടുള്ള ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതാണ് നമ്മൾ പറഞ്ഞത്, പല ഹൊറിസോണ്ടൽ ലെയേഴ്സ് ആയിട്ട് പല സെപ്പറേറ്റ് തിയററ്റിക്കൽ പ്ലേറ്റ്. സോ ഇത് ഒരു തിയററ്റിക്കൽ പ്ലേറ്റ് ആണ്, ഇത് വേറൊരു പ്ലേറ്റ് ആണ്, ഇത് വേറൊരു പ്ലേറ്റ് ആണ്, ഇത് വേറൊരു പ്ലേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനെയായിട്ടാണ് ഈ കോളം ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നാണ് പുള്ളി പറയുന്നത്. ആൻഡ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ നൽകുന്ന സാമ്പിൾ ഓർ സൊല്യൂട്ട് മോളിക്യൂൾസ് ഇതിലെ ഓരോ ചെറിയ പ്ലേറ്റിലേക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഇത് ഭാഗം ഫിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേഷനറി ഫേസും, ഇത് മൊബൈൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ തമ്മിൽ ഇങ്ങോട്ടും ഇക്വിലിബ്രിയേറ്റ് ചെയ്താണ് ഇത് താഴത്തേക്ക് വരിക. അപ്പൊ നമുക്ക് ഈ കോളം ഒന്ന് വലുതാക്കി വരച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഈ കോളം രണ്ട് ഫേസിനെയും അപ്പുറം ഇത് സ്റ്റേഷനറി ഫേസും ഇത് മൊബൈൽ ഫേസും ആണെന്ന് കൺസിഡർ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ 100 മോളിക്യൂൾസ് ഉള്ള ഒരു സൊല്യൂട്ട് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തു, ഇവിടെ അങ്ങിട്ടു എന്ന് നമ്മൾ കരുതുക. 100 എണ്ണം ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇവിടെ ആദ്യം ഈ പ്ലേറ്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടേക്ക് 50, ഇവിടേക്ക് 50, ഇങ്ങനെ 50. ആദ്യത്തെ തിയററ്റിക്കൽ പ്ലേറ്റിൽ 50 എന്ന തോതിൽ ഇക്വിലിബ്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് കരുതാം ബിറ്റ്വീൻ സ്റ്റേഷനറി ഫേസ്. ഇത് സ്റ്റേഷനറിയാണ്, ഇത് മൊബൈലാണ്. അപ്പോൾ ഈ മൊബൈലിലുള്ളത് വീണ്ടും നീങ്ങാലോ, മൊബൈലിലുള്ളത് വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 25, ഇവിടെ 25 ആയിട്ട് വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇക്വിലിബ്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് വീണ്ടും താഴത്തേക്ക് പോകാം, മൊബൈലിലുള്ളതാണ്. അപ്പോൾ ഇവിടെ 12.5, ഇവിടെ 12. അപ്പോഴത്തേക്കും ഈ 50 വീണ്ടും അവിടെ പുതിയതായിട്ട് സോൾവെന്റ് വന്നു, അങ്ങോട്ടേക്ക് കഴിഞ്ഞാൽ ഈ 50 ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ് 25, അപ്പോഴത്തേക്ക് ഇവിടെ 25 ആയിട്ട് കൂടുന്നു. വീണ്ടും ഇതിങ്ങനെ നടക്കും, ഇതിങ്ങനെ നടക്കും. സോ ഇവിടെ നമ്മൾ പറയുന്നത് സാമ്പിൾ ഓർ സൊല്യൂട്ടിന്റെ മൈഗ്രേഷൻ. സോ ഇതാണ് സൊല്യൂട്ട് അല്ലെങ്കിൽ നമ്മൾ വെച്ച സാമ്പിളിന്റെ മൈഗ്രേഷൻ നടക്കുന്നത് എ സീരീസ് ഓഫ് സ്റ്റെപ്പ് വൈസ് ട്രാൻസ്ഫർ. നമുക്കൊന്ന് എഴുതി വെക്കാം, എ സീരീസ് ഓഫ് സ്റ്റെപ്പ് വൈസ് ട്രാൻസ്ഫർ ആണ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, 1 തിയററ്റിക്കൽ പ്ലേറ്റ് ടു നെക്സ്റ്റ്, 1 പ്ലേറ്റ് ടു നെക്സ്റ്റ് പ്ലേറ്റിലേക്കാണ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്രം ദ പ്ലേറ്റ് above to the next one, the mobile phase below ആയിട്ടാണ് താഴത്തേക്ക്
താഴേക്ക് ഇങ്ങോട്ടേക്ക് വരും. സോ മുകളിലുള്ള ആദ്യത്തെ കോളത്തിൽ പതിയെ പതിയെ ഇത് എംപ്റ്റി ആയിട്ട് വരികയും താഴത്ത് അടിയിലേക്ക് ഇതിങ്ങനെ ഇക്വിലിബ്രേറ്റ് ചെയ്ത് പോയി ഇങ്ങനെ പോകുന്നതിനെയാണ് പ്ലേറ്റ് തിയറി. സോ സൊല്യൂട്ട് ഇക്വിലിബ്രേറ്റ് ചെയ്ത് മൂവ് ചെയ്യുന്നു. സോ സൊല്യൂട്ട് ഈസ് ഇക്വിലിബ്രേറ്റിംഗ് ആൻഡ് ദെൻ മൂവിങ്. അതിനെയാണ് നമ്മൾ പ്ലേറ്റ് തിയറി എന്ന് പറയുന്നത്. സോ ഇങ്ങനെ താഴേക്ക് വരുമ്പോഴേക്കും സൊല്യൂട്ടിന്റെ അഫിനിറ്റി അല്ലെ, സൊല്യൂട്ടിന്റെ അഫിനിറ്റി അനുസരിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടീഷൻ കോഎഫിഷ്യന്റ് അനുസരിച്ചോ അപ്പൊ അത് സ്റ്റേഷനറി ഫേസിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കാം, അല്ലെങ്കിൽ കൂടുതൽ നേരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ഫേസിനോടാണ് അഫിനിറ്റി ഉള്ളവ എങ്കിൽ അവ വേഗത്തിൽ തന്നെ താഴേക്ക് എത്തും, വേഗം എലൂഡ് ചെയ്യും. മറ്റുള്ളവ സ്റ്റേഷനറി ഫേസിന്റെ വിവിധ ഫേസിൽ കുറച്ചിവിടെ നിൽക്കും, കുറച്ചിവിടെ നിൽക്കും, കുറച്ചിവിടെ ആയിരിക്കും, കുറച്ചിവിടെ ആയിരിക്കും. സോ ഇങ്ങനെ ഈക്വിലിബ്രിയേറ്റ് ചെയ്തിട്ട് റീറ്റെയിൻ ചെയ്യും, സ്റ്റേഷനറി ഫേസിൽ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ മാത്രമാണ് നമുക്ക് താഴെ ഇവിടെ നമുക്ക് സംഭവം കിട്ടുകയുള്ളൂ. സോ ഇങ്ങനെയാണ് ഇത് എത്തുന്നത്. സോ നമുക്ക് സെപ്പറേഷൻ കൂടുതൽ നന്നാവാനായിട്ട് നമ്പർ ഓഫ് തിയററ്റിക്കൽ പ്ലേറ്റ്സ്, ഇതാണ് തിയററ്റിക്കൽ പ്ലേറ്റ്സ്, ഇതിന്റെ നമ്പർ കൂടുതൽ വേണം. സോ ഈ തിയററ്റിക്കൽ പ്ലേറ്റ്സ് ചെറുതായാലും മതിയല്ല, ഇത് ചെറുതായി കഴിഞ്ഞാൽ കൂടുതൽ ഇക്വിലിബ്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്പർ കൂടി. സോ കോളത്തിന്റെ മൊത്തം നീളം കൂടിയാലോ കോളത്തിന്റെ മൊത്തം നീളം കൂടിയാലും തിയററ്റിക്കൽ പ്ലേറ്റ്സിന്റെ എണ്ണം കൂടും. സോ ദിസ് വിൽ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് സെപ്പറേഷൻ. സോ അവിടെ ഉള്ള ഇക്വേഷൻ n is equal to L by H ആണ്. n എന്താണ്? n is the number of theoretical plates. n is number of theoretical plates ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത് ഓഫ് വാട്ട്? ലെങ്ത് ഓഫ് കോളം, കോളത്തിന്റെ ലെങ്ത് ആണ്. ആൻഡ് ദിസ് H എന്ന് പറയുന്നത് ഹൈറ്റ് ഈക്വലന്റ് ടു തിയററ്റിക്കൽ പ്ലേറ്റ്സ്. തിയററ്റിക്കൽ പ്ലേറ്റ് ഇതാണ്, തിയററ്റിക്കൽ പ്ലേറ്റിന്റെ ഹൈറ്റ് ഈക്വലന്റ് ആണ് നമ്മൾ പറയാം. സോ ഈ തിയറി പ്രകാരം, പ്ലേറ്റ് തിയറി പ്രകാരം ഐഡിയൽ സെപ്പറേഷൻ നല്ല പീക്ക് കിട്ടാനായിട്ട് H ഉണ്ടാകണം, സഫിഷ്യന്റ് ലെങ്ത് ഉള്ള ഒരു കോളം ഉണ്ടായിരിക്കണം. സോ ഇവിടെ H ആണ് ഇമ്പോർട്ടന്റ്. ഇനി രണ്ടാമത്തെ തിയറി നമ്മൾ പറഞ്ഞത് റേറ്റ് തിയറിയാണ്. റേറ്റ് തിയറിയിൽ ഇവിടെ ഒരു ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ മൊബൈൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ് മാത്രമല്ല സംഭവിക്കുക എന്നാണ്. സൊല്യൂട്ടിന് ഇതില്ലാതെയും കോളത്തിലൂടെ ഈ ഇക്വിലിബ്രിയേഷൻ ഇല്ലാതെയും മൂവ് ചെയ്യാം. അതിനെ നമ്മൾ റാൻഡം വാക്ക് എന്നാണ് പറയാ. റാൻഡം വാക്കും പോസിബിൾ ആണ് എന്നാണ്, റാൻഡം വാക്ക് മെക്കാനിസം ഉണ്ടാകും. സോ ഇവിടെ ഷേപ്പ് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ പീക്കിനെ ഡിറ്റർമിൻ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങൾ കൂടി ഈ തിയറി വഴി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ തിയറി വഴി മൊബൈൽ ഫേസിന്റെ ഇവിടെ ഒഴിക്കുന്ന ആ മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി ഓഫ് മൊബൈൽ ഫേസ് നമുക്ക് എന്താണ്, അതിലൂടെ എഫക്ട് എന്താണെന്ന് പറയാം. സ്റ്റേഷനറി ഫേസിന്റെ അഡ്സോർപ്ഷൻ ഓഫ് സ്റ്റേഷനറി ഫേസ്, അതിന്റെ കപ്പാസിറ്റി അത് പറയാൻ പറ്റും. ദെൻ റിറ്റൻഷൻ ടൈം ഓഫ് ദ സൊല്യൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പീക്ക് വിഡ്ത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് റേറ്റ് തിയറിയിലൂടെ പറയാനായിട്ട് പറ്റും. ഇവിടെ ഈ സൊല്യൂട്ടിന് നമ്മളിവിടെ സൊല്യൂട്ട് കൊടുക്കുക എന്ന് വിചാരിക്കുക. ഈ സൊല്യൂട്ടിന് കോളത്തിലൂടെ രണ്ട് രീതിയിൽ പോകാം. ഒന്ന് മുന്നോട്ട് താഴേക്ക് ഇങ്ങോട്ടേക്ക് പോകുന്ന സൊല്യൂട്ട്സ് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് അവിടെ തങ്ങി നിൽക്കുന്ന സൊല്യൂട്ട്സും ഉണ്ടാവും. സോ സ്റ്റേഷനറി ഫേസിൽ സൊല്യൂട്ട് അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനകത്ത് സ്റ്റേഷനറി ഫേസ് ഉണ്ട്, ഒഴിച്ചത് മൊബൈൽ ഫേസുമാണ് നമുക്ക്. ആൻഡ് ഇവിടെ തങ്ങി നിൽക്കുന്ന അഡ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ അഡ്സോർബ് ചെയ്തിരിക്കാന്ന് വെച്ചാൽ അത് മൂവ് ചെയ്യും. പക്ഷേ മറ്റു ചില മോളിക്യൂൾസ് അപ്പോൾ സ്റ്റോപ്പ് ഫേസിലായിരിക്കണമെന്നില്ല, അത് താഴേക്ക് മൊബൈൽ ഫേസിനൊപ്പം താഴേക്ക് പോവുകയായി. സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂട്ട് ചിലപ്പോൾ അഡ്സോർബ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക, ചിലപ്പോൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അതിനെ നമ്മൾ ഡീസോർബ്ഡ് ഓർ മൂവിംഗ് സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് ഈ അഡ്സോർബ് ടു ഡിസോർബ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റാപ്പിഡ്ലി എക്സ്ചേഞ്ചിങ് ഇൻ കോളമാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ഇറഗുലർ കൂടിയാണ്. കുറച്ച് മൂവ് ചെയ്യും, കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അത് ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യും. അപ്പൊ ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഇത് ഇവിടെ നിന്ന് അബ്സോർബ് ചെയ്യും, ഇത് മൂവ് ആയിരിക്കും, ചിലപ്പോൾ ഇത് അവിടെ തന്നെ ആയിരിക്കും, ഇത് ഇങ്ങോട്ട്. സോ ഇത് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ കോളത്തിന്റെ ഇന്റേണൽ എൻവയോൺമെന്റ് അനുസരിച്ച് കൂടി ഇരിക്കും. ആൻഡ് ഓൾസോ മൊബൈൽ ഫേസിന്റെയും കൂടി കാര്യങ്ങൾ അനുസരിച്ചിരിക്കും. സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ഇത് രണ്ടും അനുസരിച്ചായിരിക്കും. സോ ഇനി ഇതിൽ നമ്മൾ 100 മോളിക്യൂൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിന്റെയും ഒരെണ്ണ മൂവിയാണെങ്കിൽ ബാക്കി 99 ഒക്കെ മൂവ്മെന്റ് വ്യത്യസ്തമാണ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ സൊല്യൂട്ട് മൂവ്മെന്റ് ആണ്. സപ്പോസ് ഇതൊരു കോളം ആണ് എന്ന് വിചാരിക്കുക. ഈ കോളം ഇങ്ങനെ നമ്മളൊന്ന് വരികയാണ്, കോളം. ആൻഡ് ഇവിടെ നമ്മുടെ സൊല്യൂട്ട് ഓർ അനലൈറ്റ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുകയാണ് എന്ന് വിചാരിച്ചാൽ, ഇത് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണെന്ന് വരില്ല, ഇഞ്ചെക്ട് ചെയ്ത സംഭവം. ആൻഡ് താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? ഇത് താഴേക്ക് വരുന്തോറും ഇത് ഇങ്ങനെ ഡിസ്പേഴ്സ്ഡ് ആകും, എല്ലായിടത്തേക്കും വ്യാപിക്കും, ഡിസ്പേഴ്സ്. സോ ഇത് ബാൻഡ് വിഡ്ത്ത് ഇവിടെ കിട്ടുന്നത് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ഇങ്ങനെ ആകാനായിട്ട് സംഭവം ഉണ്ടാകാം. സോ അപ്പർ ബാൻഡ് വിഡ്ത്ത്, ഇവിടെ ഉള്ള ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ലോ ആണ്, പക്ഷെ ഇവിടെ ആകുമ്പോഴത്തേക്കും അത് ബ്രോഡ് ആകും. സോ ഇഫ് ദ എലൂഷൻ ഈസ് ബ്രോഡ്, നമുക്ക് കിട്ടുന്ന പീക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും മാറുക. സോ ബാൻഡ് വിഡ്ത്ത് ഓർ സൊല്യൂട്ട് ഓർ ഓഫ് അനലൈറ്റ് രണ്ട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒന്ന് റിറ്റൻഷൻ ടൈം, ഇവിടെ എത്ര നേരം തങ്ങി നിൽക്കുന്നു, അതുമായിട്ട് പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇതിലൂടെ ഒഴുകുന്ന മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി ഓഫ് ദ മൊബൈൽ ഫേസുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി ആയിട്ട് ഇറിവേഴ്സിബിളി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാൻ ഡീംറ്റർ പറഞ്ഞ ഇക്വേഷൻ ആണ് H ഓർ HTP ആണ്. H എന്ന് പറയുന്നത് HETP ആണ്, ഹൈറ്റ് ഇക്വലന്റ് തിയററ്റിക്കൽ പ്ലേറ്റ് ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്നത് എഡീസ് ഡിഫ്യൂഷൻ ആണ്. A
പ്ലസ് ബി. ബി എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ആക്സിയൽ ഡിഫ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാം. ആൻഡ് ബി ബൈ മ്യൂ ആണ്. മ്യൂ ഇസ് ദ ആവറേജ് ലീനിയർ വെലോസിറ്റി ഓഫ് ദ മൊബൈൽ ഫേസ്. മൊബൈൽ ഫേസിന്റെ ആവറേജ് ലീനിയർ വെലോസിറ്റി ആണ്. പ്ലസ് സി ആണ്. സി നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്, സി എസും സി എം ഉണ്ട്. തൽക്കാലം നമുക്ക് സി മാസ് ട്രാൻസ്ഫർ ആണ്. ആൻഡ് സി ഇസ് ദ മാസ് ട്രാൻസ്ഫർ. ഇത് നമ്മൾ പറഞ്ഞത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിവിഷൻ ആണ്. മാസ് ട്രാൻസ്ഫർ നമുക്ക് എഴുതാം. ആൻഡ് ഇൻറ്റു മ്യൂ തന്നെ. സോ ഇവിടെ ഒപ്റ്റിമം മൊബൈൽ ഫേസ് വെലോസിറ്റി ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് തിയറിറ്റിക്കൽ പ്ലേറ്റ്സ് വിൽ ഇൻക്രീസ്. ഓക്കെ, എച്ച് ടി പി കുറയുമ്പോൾ പ്ലേറ്റ്സ് സ്മോൾ ആകുമ്പോൾ നമ്പർ ഓഫ് പ്ലേറ്റ്സ് വർദ്ധിക്കും. സോ മോർ എഫിഷ്യൻസി ഓഫ് സെപ്പറേഷൻ ആൻഡ് ലെസ് ബാൻഡ് ബ്രോഡനിങ്. സോ നമുക്ക് ഇപ്പോൾ ഓരോ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എ എന്താണെന്ന് നോക്കാം. എ നമ്മൾ പറഞ്ഞത് എഡീസ് ഡിഫ്യൂഷൻ ആണ്. എഡി ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ആൻഡ് ഇതിനെ നമ്മൾക്ക് വേറൊരു പേര് പറയുന്നത് മൾട്ടിപ്പിൾ പാത്ത് എഫക്ട് എന്നും പറയും. സോ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പേര്. സപ്പോസ് നമ്മൾ വീണ്ടും ഒരു കോളം വരയ്ക്കുകയാണ്, ഇതൊരു കോളമാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ആൻഡ് ഇവിടെ നമ്മൾ ഒരു സംഭവം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ, ആൻഡ് ഇവിടെ വരുന്ന എല്ലാ സൊല്യൂട്ടും ഒരേ പാത്തിലൂടെ അല്ല വരുന്നത്, പാത വ്യത്യസ്തമാണ്. സോ ഓരോ സൊല്യൂട്ടും ഓരോ പാർട്ടിക്കിളും സഞ്ചരിക്കുന്ന ഇവിടെ നിന്ന് താഴേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന ഈ പാത്ത് ലെങ്ത് ഈസ് ഡിഫറെന്റ് ആണ്, വെവ്വേറെയാണ്. ചിലത് വേഗത്തിൽ വരും, ചിലതിന്റെ പാത്ത് ലെങ്ത് കൂടുതൽ ഇങ്ങോട്ട് വളഞ്ഞൊക്കെ ആയിരിക്കും പോവുക. സോ പാത്ത് ലെങ്ത് വ്യത്യസ്തമാണ്. സോ വെലോസിറ്റിയും വ്യത്യസ്തമാണ്. സോ എന്തുകൊണ്ടാണ് ഇറഗുലാരിറ്റി വരിക? ഇവിടെ ഇപ്പൊ പാക്കിംഗ് പാർട്ടിക്കിളിന്റെ ഇറഗുലാരിറ്റീസിന്റെ പ്രശ്നമാണ്. ആൻഡ് ഈ ഡിഫ്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ എന്ന് പറയുന്നത് എ ഇസിക്കൽ ടു ലാംഡ ഡി പി എന്നാണ് നമ്മൾ എഴുതുക. ഡി പി ഈസ് ദ പാർട്ടിക്കിൾ ഡയമീറ്റർ ആണ്, എന്ന് വെച്ചാൽ വരുന്ന പാർട്ടിക്കിളിന്റെ ഡയമീറ്റർ ആണ് നമ്മൾ പറയുക. ആൻഡ് ലാംഡ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് പാക്കിംഗ് യൂണിഫോമിറ്റി, എത്രത്തോളം കൃത്യമായിട്ടാണ് പാക്കിംഗിലെ സംഭവങ്ങൾ ഇരിക്കുക എന്നുള്ളത്. സോ പാക്കിംഗ് യൂണിഫോം അല്ലെങ്കിൽ എഡീസ് ഡിഫ്യൂഷൻ ഉണ്ടാകും. സോ ഇവിടെ കുറച്ച് ഭാഗത്ത് ഞാൻ ഇതൊന്ന് വരയ്ക്കാം. നമ്മുടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഞാൻ വരയ്ക്കാണ്. ചിലത് വലുതാണ്, ചിലത് ചെറുതാണ് എന്ന് നമ്മൾ അങ്ങോട്ട് കരുതിയ ഇങ്ങനെ ഇരിക്കുകയാണ് സംഭവം ഇതിനകത്ത്. ആൻഡ് ചില ഭാഗത്ത് വലിയ പാർട്ടിക്കിൾസും ചില ഭാഗത്ത് ചെറുതൊക്കെ ആണെങ്കിൽ അതനുസരിച്ചാണ് ഈ സൊല്യൂട്ടിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. സോ ഇപ്പൊ പാർട്ടിക്കിൾ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട് എന്ന് നമ്മൾ കരുതുക. പാർട്ടിക്കിൾ എ ഇതാ ഇങ്ങനെ വേഗത്തിൽ ഇതിനിടയിൽ കൂടി ഇങ്ങനെ കൃത്യമായിട്ട് വേഗത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്കിൾ ബി ഇതാ ഇങ്ങനെ ഇടയിലൂടെ പോയി ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് ചുറ്റി ഇവിടെ ഇങ്ങനെയൊക്കെ ചുറ്റിയായിരിക്കും ചിലപ്പോൾ വരിക. ഇതിന്റെ പാത്ത് ലെങ്ത് കൂടുതലാണ്. ആൻഡ് പാർട്ടിക്കിൾ സി എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിൽ ഒരു വേഗത്തിലാണ് വരികയാണെങ്കിൽ ഓരോ പാർട്ടിക്കിളിന്റെയും പാത്ത് വേ വിൽ വേരി ഡിപെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് സ്റ്റേഷനറി ഫേസ്. സോ സ്റ്റേഷനറി ഫേസിലെ പാർട്ടിക്കിളിന്റെ സൈസ് അനുസരിച്ച് ഇത് ചുറ്റിയും വളഞ്ഞും ഒക്കെ വരേണ്ടി വരും. യൂണിഫോം ആവറേജ് മീൻ ഡയമീറ്റർ ഓഫ് ദ കോളം പാക്കിംഗ് ഈസ് ഇമ്പോർട്ടന്റ്. സോ അപ്പൊ ഇതെല്ലാം യൂണിഫോം ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ്. സോ യൂണിഫോംലി പാക്ഡ് എങ്കിൽ ലെസ് ബാൻഡ് വിത്ത് ബ്രോഡനിങ്, ബാൻഡ് വിത്ത് ഇങ്ങനെ ബ്രോഡൻ ചെയ്യില്ല എന്നാണ്. എല്ലാം ഓൾമോസ്റ്റ് സെയിം പാത്ത് ലെങ്ത് ആയിരിക്കും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ പീക്ക് ബ്രോഡനിങ് ഉണ്ടാകും. ഇനി ഇക്വേഷനിലെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ലോഞ്ചിറ്റ്യൂഡിനൽ ഓർ അതിനെ നമുക്ക് ആക്സിയൽ ഡിഫ്യൂഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഇത് കോളമാണെങ്കിൽ കോളത്തിനകത്തേക്ക് നമ്മൾ സാധനം ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വിചാരിക്കുക, ഇതാദ്യം ഇങ്ങനെ ആയിരിക്കും ഇവിടെ. സോ മൊബൈൽ ഫേസിനൊപ്പം സൊല്യൂട്ട് ഇങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ സൊല്യൂട്ട് വിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും സൊല്യൂട്ട് ഇങ്ങോട്ടേക്ക് എല്ലായിടത്തേക്കും അല്ല, ഇവിടെ ഇരിക്കുന്ന സൊല്യൂട്ട് ഇങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് പോകും, ഇങ്ങോട്ട് എല്ലാ ഡയറക്ഷനിലും ഡിഫ്യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ആക്സിയൽ ഡിഫ്യൂഷൻ. കോൺസെൻട്രേഷൻ കുറവുള്ള ഭാഗത്തേക്ക്, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അപ്പോൾ കുറവുള്ള ഭാഗത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുക. എല്ലാ ഡയറക്ഷനിലും ഡിഫ്യൂസ് നടക്കും. ആൻഡ് ഇതിന്റെ ഇക്വേഷൻ ബി ഈസ് ഈക്വൽ ടു 2 ഗാമ ഡി എം എന്നാണ് ഇതിന്റെ ഇക്വേഷൻ. ഗാമ എന്ന് പറയുന്നത് ഈ പോകാനുള്ള ഒബ്സ്ട്രക്ഷൻ എത്രയാണെന്നുള്ളതാണ്, ഒബ്സ്ട്രക്ഷൻ ഫാക്ടർ. സോ ഇതും അപ്പോൾ കോളമിന്റെ പാക്കിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാം. ആൻഡ് ഡി എം എന്ന് പറയുന്നത് എന്താണ്? ഡി എം ഈസ് ദ സൊല്യൂട്ടിന്റെ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ആണ്. സോ മൊബൈൽ ഫേസിൽ എത്രമാത്രം ഡിഫ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇവിടെ മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി വളരെ പതുക്കെയാണ്. ഇത് ഇങ്ങനെ സ്ലോയിലാണ് വരുന്നതെങ്കിൽ ഇതെല്ലായിടത്തും ഡിഫ്യൂസ് ചെയ്തല്ലേ വരത്തുള്ളൂ അല്ലെ, ഡിഫ്യൂഷൻ കൂടുതലായിരിക്കും. സോ മോർ ആക്സിയൽ ഡിഫ്യൂഷൻ മീൻസ് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുന്ന എല്യൂഷൻ വിൽ ബി സ്ലോ ആയിരിക്കും. ആൻഡ് മൊബൈൽ ഫേസിന്റെ ഫ്ലോ റേറ്റ് ഹാസ് ടു ബി ഓപ്റ്റിമം ആയിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഓപ്റ്റിമം ഫ്ലോ റേറ്റ് ആയിരിക്കും. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടുതലാണെങ്കിൽ എവിടെയും ഡിഫ്യൂസ് ചെയ്യാൻ നേരെ ഫുൾ താഴത്തേക്ക് വരും. അപ്പൊ എയും ബിയും കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തത് സി ആണ്. സി എന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ ആണ്. മാസ് ട്രാൻസ്ഫർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ശരിക്കും റെസിസ്റ്റൻസ് ടു മാസ് ട്രാൻസ്ഫർ എന്നാണ് കൃത്യം പറയേണ്ടത്. ഇത് വെറും സി അല്ല, ഞാൻ അവിടെ സി മാത്രം എഴുതിയുള്ളൂ. ശരിക്കും സി എസ് പ്ലസ് സി എം എന്ന് നമ്മൾ എഴുതും. അപ്പോൾ സി എസ് എന്താണ്? സി എസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേഷനറി ഫേസിനെ കുറിച്ച് പറയാനാണ് സി എസ് ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു മാസ് ട്രാൻസ്ഫർ. റെസിസ്റ്റൻസ് ടു മാസ് ട്രാൻസ്ഫർ തന്നെയാണ്. ആർക്കാണ്? അറ്റ് ദ സൊല്യൂട്ട് അല്ലെ, സൊല്യൂട്ടിൽ തന്നെയാണ് ഡ്യൂ ടു സ്റ്റേഷനറി ഫേസ്. സോ സ്റ്റേഷനറി ഫേസ് മൂലം സൊല്യൂട്ടിന്റെ മൂവ്മെന്റ് ഉണ്ടാവും.
ഉണ്ടാകുന്ന തടസ്സമാണ് നമ്മൾ CS എന്ന് പറയും. സോ സ്റ്റേഷനറി ഫേസിൽ ഇപ്പോൾ വീണ്ടും ഞാൻ കോളം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ സ്റ്റേഷനറി ഫേസിൽ ലാർജർ പാർട്ടിക്കിൾ ആണെങ്കിൽ സ്ലോ മൂവ്മെന്റ് ആയിരിക്കും. സ്റ്റേഷനറി ഫേസിൽ സ്മോളർ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഇതിന് കുറച്ചും കൂടി വേഗത്തിൽ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അപ്പോൾ രണ്ടാമത്തത് CM ആണ്. CM മീൻസ് അപ്പോൾ എന്തായിരിക്കും? ഇത് സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ ഇത് നമ്മൾ മൊബൈൽ ഫേസിനെ കുറിച്ചിട്ടാണ് പറയുക. റെസിസ്റ്റൻസ് ടു ഫ്ലോ തന്നെയാണ് ഇവിടെ മൊബൈൽ ഫേസിനെ കുറിച്ചാണ്. രണ്ട് സ്ട്രീം മൊബൈൽ ഫേസ് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്നു. ആൻഡ് ഈ ഒഴുകുന്നതും സെയിം ആയിട്ടായിരിക്കണമെന്നില്ല. ഈ ഒരു സ്ട്രീം ഉണ്ട്, ഈ ഒരു സ്ട്രീം ഉണ്ട് അല്ലെ. രണ്ട് സ്ട്രീം ഓഫ് മൊബൈൽ ഫേസ് തമ്മിൽ സ്പീഡ് ഓർ വെലോസിറ്റി മൂവ്മെന്റ് വ്യത്യാസമാണ്. കാരണം ഇത് ഒഴുകുന്നത് ചെറിയ ഏരിയയിലോ അല്ലെ കടയൊക്കെയുള്ള സ്ഥലത്തായിരിക്കാം. ഇത് വലുതും ഇങ്ങനെയൊക്കെയുള്ള ഓരോന്നും വ്യത്യസ്ത ഭാഗത്ത് കൂടിയാണല്ലോ ഒഴുകുന്നത്. സോ കോളം പാർട്ടിക്കിൾസിന്റെ ഡയമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്ട്രീം ഫ്ലോ ചെയ്യുന്നത്. സോ വലിയ പാർട്ടിക്കിൾ എങ്കിൽ സൊല്യൂട്ടിന്റെ മൂവ്മെന്റും മൊബൈൽ ഫേസിന്റെ മൂവ്മെന്റും റെസിസ്റ്റൻസ് ഉണ്ടാകും എന്നാണ് C കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലെ ഫൈനൽ ടേം എന്ന് പറയുന്നത് മ്യൂ ആണ്. മ്യൂ എന്ന് നമ്മൾ പറഞ്ഞത് ആവറേജ് ലീനിയർ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഓഫ് ദ മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി ആണ്. സോൾവെന്റ് ഓർ മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ് ഇതിന്റെ വെലോസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്സിയൽ ഡിഫ്യൂഷൻ കൂടുതലാകും എന്ന് നമ്മൾ പറഞ്ഞു. വെലോസിറ്റി കൂടിയാലും ബാൻഡ് ബ്രോഡനിങ് ഉണ്ടാകും. സോ ഒപ്റ്റിമം ഓർ മ്യൂ മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി ഒപ്റ്റിമം ആയിരിക്കണം എന്നാണ് മ്യൂ വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ഇക്വേഷൻ വെച്ച് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ഓർ യൂണിഫോം, സ്മോൾ ആയിരിക്കണം, യൂണിഫോം ആയിട്ടുള്ള പാർട്ടിക്കിൾ സൈസ് ഉള്ള സ്റ്റേഷനറി ഫേസ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. രണ്ടാമത്തത് ഒപ്റ്റിമം മൊബൈൽ ഫേസിന്റെ വെലോസിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ടും വന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്ലേറ്റ് എന്ന് പറയുന്ന HTP ഹൈറ്റ് ഇക്വലന്റ് തിയററ്റിക്കൽ പ്ലേറ്റ്സ് സഫിഷ്യന്റ് നമ്പർ അല്ലെങ്കിൽ അത് ചെറുതാകുകയും അത് സഫിഷ്യന്റ് നമ്പർ കിട്ടുകയും ചെയ്യും. നമുക്ക് യൂണിഫോം ആയിട്ടുള്ള ഒരു ഗോസിയൻ ആയിട്ടുള്ള ഒരു പീക്ക് കിട്ടും. ഇല്ലെങ്കിൽ ബാൻഡ് ബ്രോഡനിങ് ഉണ്ടാകും. ഇനി നമുക്ക് കിട്ടിയ ബാൻഡിൽ നിന്ന് ഞാൻ ബാൻഡ് ഒന്ന് വരയ്ക്കുകയാണ്. കറക്റ്റ് ആയിട്ടൊന്ന് വരച്ച് നോക്കട്ടെ, ഇത് ബുദ്ധിമുട്ടാണ്. ആൻഡ് ബാൻഡിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് തിയററ്റിക്കൽ പ്ലേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ N=L/H എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതല്ലാതെയുള്ള ഇക്വേഷൻ ആണ് N=TR ഡിവൈഡഡ് ബൈ ഡീവിയേഷൻ ആണ്. ഡീവിയേഷൻ സ്ക്വയർ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് TR എന്ന് പറയുന്നത് റിറ്റൻഷൻ ടൈം ആണ്. റിറ്റൻഷൻ ടൈം ഡിവൈഡഡ് ബൈ ഡീവിയേഷൻ സ്ക്വയർ ഇത് വെച്ച് കണ്ടുപിടിക്കാം. വേറെ ഇക്വേഷൻ ഉണ്ട്, അത് പീക്ക് വിട്ട് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതും N=16 TR ഡിവൈഡഡ് ബൈ WB ആണ്. ഇത് റിറ്റൻഷൻ ടൈം തന്നെയാണ്. ആൻഡ് WB എന്ന് പറയുന്നത് പീക്ക് വിട്ട് ആണ്. പീക്കിന്റെ വിട്ട് ആണ് നമ്മൾ ഈ പറയുന്നത്, പീക്ക് വിട്ട്. ആൻഡ് വേറെ ഇക്വേഷൻ കൂടി ഉണ്ട്, N=5.54 T1R ഡിവൈഡഡ് ബൈ W1. ആൻഡ് ഇതെന്താണ്? ഇത് പീക്ക് വിത്ത് അറ്റ് ഹാഫ് ലെങ്ത്, ഇതിന്റെ പകുതി നീളത്തിൽ. മൊത്തം A ആണെന്ന് കൂട്ടിയാൽ A/2 നീളത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വേഷൻ ആണിത്. സോ ഇങ്ങനെയൊക്കെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നമ്പർ ഓഫ് പ്ലേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഫൈനലി നമുക്ക് ഈ ബാൻഡിലെ ആ പീക്കിലെ അസിമെട്രിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു നിർത്താം. സപ്പോസ് നമ്മൾ പീക്ക് ഇത് ഇങ്ങനെയാണ് കിട്ടുന്നത്, ഇങ്ങനെ പീക്ക് കിട്ടി, ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് പീക്ക് എത്തുകയാണെങ്കിൽ ഈ ഭാഗം കുറച്ച് വലുതാണെന്ന് വിചാരിക്കും. സോ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരാണ് ഫ്രണ്ടിങ് എന്നാണ് നമ്മൾ ഫ്രണ്ടിങ് എന്ന് വിളിക്കാം. സോ ഇതെന്താണ് കാരണം? ഇതിന് കാരണം എന്ന് പറയുന്നത് സാമ്പിൾ കൂടുതലാണ്. നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത സാമ്പിൾ ഈസ് ഹൈ ആണ്, അല്ലെങ്കിൽ പുവർ ഇഞ്ചക്ഷൻ ഓഫ് സാമ്പിൾ. ഇനി തിരിച്ച് ഇങ്ങനെയല്ല, ഇത് ഇവിടെ ഇത്രയേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഇങ്ങനെ വീർത്ത് അല്ലെങ്കിൽ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വരും. ഇവിടെ നീളം കൂടി, നേരത്തെ ഇവിടെ ആയിരുന്നു നീളം കൂടിയത്, ഇപ്പൊ ഇവിടെ നീളം കൂടി കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ വിളിക്കുക, ഇതിനെ ടെയിലിംഗ് എന്നാണ് വിളിക്കുക. ടെയിലിംഗ് ഓഫ് ബാൻഡ്. അതായത് സൊല്യൂട്ട് സ്റ്റേഷനറി ഫേസിൽ ഇങ്ങനെ സ്റ്റേഷനറി ഫേസ് ഉണ്ട്, അവിടെ ഇത് സ്റ്റേഷനറി ഫേസ് ആണെങ്കിൽ സൊല്യൂട്ട് ഇവിടെ കൂടുതൽ നേരം ഇന്ററാക്ഷൻ ഉണ്ട്. സോ എക്സസീവ് അഡ്സോർപ്ഷൻ ബിറ്റ്വീൻ സ്റ്റേഷനറി ഫേസ് ആൻഡ് സൊല്യൂട്ട്. ആൻഡ് ഇത് കുറയ്ക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോൾവെന്റ് മോർ പോളാർ ആയിട്ടുള്ള മൊബൈൽ ഫേസ് ഉപയോഗിക്കാം. ഒട്ടിച്ചേർന്നിരിക്കുന്ന ആക്റ്റീവ് സൈറ്റ്സിനെയൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യുന്ന തരം സോൾവെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഇന്ററാക്ഷൻ കുറയുകയും ഇത് നേരെ വരികയും ചെയ്യും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ക്രോമറ്റോഗ്രാഫി തിയറി. താങ്ക് യു ഫോർ വാച്ചിങ്.